അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ക്യാരറ്റ് നമ്മളിത് മറ്റേ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും നമ്മുടെ കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കുറച്ച് തോരപ്പരിപ്പ്, നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന തോരപ്പരിപ്പ്, അത് നമ്മൾ വെന്ത് വെച്ചിരിക്കുകയാണ്. നല്ല കഴുകിയെല്ലാം വൃത്തിയാക്കി വെന്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അടിപൊളി ഒരു തോരനാണ്. അതായത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. പിള്ളേർക്കൊക്കെ ക്യാരറ്റൊക്കെ പച്ചയ്ക്ക് തിന്നാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പച്ചയ്ക്ക് കൂട്ടാൻ വെച്ചൊക്കെ കൂട്ടാനെല്ലാം മടിയുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് കഴിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളിത് പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്ത് നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്ത്. അപ്പോൾ നമ്മൾ താണ്ടെ കുറച്ച് കടുക്, അപ്പോൾ ഈ കടുക് വന്ന് പൊട്ടണം. നമ്മുടെ ഈ പാനിന്റെ നടുവശം ഇങ്ങനെ പൊന്തിയിട്ട് സൈഡ് വശമാണ് എണ്ണ കിടക്കുന്നത്. അപ്പൊ അവിടെ ഇട്ടാലേ നമ്മുടെ കടുക് പൊട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ കടുക് പൊട്ടുന്ന നേരത്തിന് നമുക്ക് ചെയ്യേണ്ട വേറൊരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളില്ലേ, ഇതിപ്പോ നമ്മളൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും 1 ടീസ്പൂണ് മുളക് പൊടി. അപ്പം നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാവേ. അപ്പം ഇവയെല്ലാം കൂടെ ഒന്ന് നമുക്ക് കൂട്ടി ഇളക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടി ഇടണം കേട്ടോ. ഉപ്പ് കൂടി അപ്പം നമ്മൾ തോമരപ്പരിപ്പ് വെന്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഉപ്പ് ഇട്ടിട്ടില്ല, മഞ്ഞൾ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. വെറുതെ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് തോമരപ്പരിപ്പ് വെന്താണ്. ഒരു നുള്ളൂടി ഇട്ടേരാ, പരിപ്പിനും കൂടെ വേണ്ടിയുള്ള ഉപ്പിട്ടേരാ, എല്ലാം കൂടെ അങ്ങ് ഇട്ടേരാ. പിന്നെ നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ എണ്ണ ചൂടായി, കടുക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഈ പാനിലേക്ക് ഇടാവേ. ഇതുണ്ടല്ലോ, ഈ ക്യാരറ്റ് ഈ മറ്റേ ഗ്രേറ്ററെ വെച്ച് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. എന്നാലേ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ അരിഞ്ഞെടുത്താൽ ആ ഒരു സുഖം കിട്ടുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ പരിപ്പ് ഓൾറെഡി വെന്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിക്കുകയാണ്. ഇത് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്നാവുമേ. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു അതൊന്ന് അവിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണേ. കാര്യം അടുക്കി പിടിക്കരുത്. അടുക്കി പിടിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ വെന്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെക്കണം ഈ സമയത്ത്. കാരണം നമ്മുടെ ഇതിൻ്റെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം എല്ലാം കൂടെ വേണം ഇതിൻ്റെ അതിന് വെന്ത് കിട്ടാനായിട്ട്. ബാക്കിയുള്ള വേവ് അതെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്തു. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയാക്കി എടുക്കണം. ഇത് ചെയ്യുമ്പോഴേ ഈ ചീനച്ചട്ടി പോലത്തെ അങ്ങനത്തെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പാത്രത്തെക്കാളും നല്ല ചില പരന്ന പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് കുറെ കൂടെ സംഭവം റെഡിയായി ഇതിങ്ങനെ ഒന്ന് നൂർത്ത് ഇടാവേ. നമ്മുടെ പരിപ്പ് വെന്ത വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് പോയാൽ മാത്രം മതി. നമ്മുടെ പരിപാടി സെറ്റാവും. ഇനി വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. രണ്ടും നോക്കിയിരുന്നു. എരിയുണ്ട് ആവശ്യത്തിന്. കാശ്മീരി പൊടി ഇടുവാണെങ്കിൽ കുറച്ച് കളർ കൂടെ കിട്ടും. പക്ഷെ ഇതിന്റെ ഈ ഒരു കളറാണ് അതിന്റെ ക്യാരറ്റിന്റെ കളറ് മുന്നോട്ട് വരുന്നതാണ് കാണാൻ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മുടെ തോരൻ്റെ ഒരു ഏകദേശം ഒരു കൺസിസ്റ്റൻസി. അല്ല ഈ ഒരു
ഈ ഒരു രീതിയിൽ ഇരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളമുണ്ട്, എല്ലാ ഒരു നല്ല രീതിയിലൊരു തോരൻ. അതെ, ചെയ്തു നോക്കുക. കാര്യം ഈ ഒറ്റ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. നമ്മൾ ക്യാരറ്റ് അരിയുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലേ മാത്രമേ ഉണ്ടല്ലോ നമ്മുടെ ആ പരിപ്പുമായിട്ട്. പിന്നെ പരിപ്പ് നേരത്തെ തന്നെ വേവിച്ചെടുക്കണം. അതിപ്പോൾ കുക്കർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ 2 വിസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പരിപ്പൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അത് കൂടെ വേവിച്ചിട്ട് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കടുകും പൊട്ടി. ഇതെന്താന്ന് വെച്ചാലേ അമ്മ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുന്ന ഒരു പരിപാടികളാണ് ഇതൊക്കെ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പരിപ്പ് ഒരു 2 വിസിൽ വന്നാൽ തന്നെ പരിപ്പ് വേകും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാൻ എന്ത് സമയം വേണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു. അപ്പൊ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒന്ന് നമ്മളെ അറിയിക്കുക. ഇത് ചോറിന്റെ കൂടെ ഒക്കെ നല്ലതാണ്. ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ പൂരിയുടെ കൂടെ എല്ലാം അടിപൊളി കോമ്പിനേഷൻ. അപ്പൊ തയ്യാറാക്കി നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വളരെ എളുപ്പം, അധികം സമയമൊന്നും വേണ്ട, വളരെ എളുപ്പം റെഡിയാക്കി എടുക്കുക. 2 ക്യാരറ്റ്, സ്വല്പം പരിപ്പ്, ഒരു പിടി പരിപ്പ്, ഇത്ര മതി. 2 ക്യാരറ്റ് പോലും വേണ്ട, അത്യാവശ്യം വലിയ ഒറ്റ ക്യാരറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഒരു പിടി പരിപ്പ്, ഇത്രേ ഉള്ളൂ. അപ്പം 4 പേർക്കുള്ള തോരൻ സംഭവം റെഡിയായി കിട്ടും. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പരിപ്പും ക്യാരറ്റ് തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതെ, അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അടുത്ത വേറൊരു വ്യത്യസ്ത റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.